ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്നെ കാണാമോ എന്നും പറഞ്ഞ് കിടന്ന് കഷ്ടപ്പെടുന്നത് തന്നെയാണ് നിങ്ങൾ കാണുന്നത്. ഒരു തേങ്ങയും കണ്ടുകൂടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ലൈറ്റിട്ട് നോക്കുന്നതും നിങ്ങൾക്ക് കാണാം. ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടുകൊണ്ട് തെളിച്ചു കാണുന്നത് തന്നെയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ നല്ല വൃത്തിക്ക് കാണും. പിന്നെ രാവിലെ എണീറ്റ് അവിടെ പുതപ്പും വിരിച്ച് എത്ര വിരിച്ചിട്ടും ശരിയാവുള്ള പുല്ല്, പിന്നെ വേണ്ട പുല്ലൊന്നും ഞാനും വെച്ച് ചുമ്മാ വേണ്ട പുല്ലെന്ന് വെച്ചാൽ അമ്മ എന്നെ വേണ്ട പുല്ലെന്നും പറഞ്ഞ് എന്നെ എടുത്ത് കളയും. അതുകൊണ്ട് നമ്മളങ്ങനെയും ചെയ്യില്ല. നമ്മൾ ഗുഡ് ബോയായി എത്ര തോറ്റാലും വീണ്ടും പരിശ്രമിക്കും. നമ്മൾ കണ്ണി ചിമ്മുന്ന തന്നെയാണ് നിങ്ങൾ കാണുന്നത്. അതേ ഗൈസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നെ. അവസാനം ഞാൻ ഇവിടെ അവിടെ ഇരുന്ന് കഷ്ടപ്പെടുകയാണ്. കഷ്ടപ്പെടുകയാണ് അത് വിധിച്ചിടാൻ. വീണു ഗൈസ്. ധാർമ്മിയുടെ കിണ്ടി അടിച്ചു പോയിട്ടുണ്ട് ഗൈസ്, നല്ല സക്സസ്ഫുള്ളായിട്ട്. അതുകൊണ്ട് ധാർമ്മി വൃത്തിക്ക് തന്നെ കിണ്ടി അടിച്ചു പോയിട്ട് ധാർമ്മി വൃത്തിക്ക് തന്നെ തലച്ചോറില്ലാത്ത തലേന്ന് ധാർമ്മിക്ക് എവിടെ നിന്നോ ബുദ്ധി വന്ന് ധാർമ്മി ശരിയായി. ഇനി പോവാം, ബൈ. രാവിലെ എണീറ്റ് പല്ല് വയ്ക്കാൻ പോയി ഞാൻ അവിടെ കണ്ടത് ആരുമില്ലാതെ ബോറടിച്ച് കിടക്കുന്ന എൻ്റെ ബ്രഷിനെയാണ്. അവസാനം ഞാൻ എന്നെ പിടിച്ച് പല്ല് എടുത്ത് 2 ഒഴ കളിച്ച് തീരെൻ്റെ ബ്രഷ്. ഇത്രയേ ഉള്ളു ബ്രഷിങ്. നിങ്ങളെ ബ്രഷിങ് ഒന്ന് കാണിക്കാൻ വേണ്ടി ബ്രഷിങ് ഉണ്ടാക്കുന്നത് തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാ ലീവ് എടുത്ത സമയം ഒന്നും ചെയ്യാത്ത ധാർമ്മി, കുളിക്ക് പോലും ചെയ്യാത്ത ധാർമ്മി, അല്ല പല്ല് പോലും തയ്ക്കാത്ത, ഒന്ന് ചിരിക്കുക പോലും ചെയ്യാത്ത ധാർമ്മി നിങ്ങളെ കാണിക്കാൻ വേണ്ടി നല്ല വൃത്തിക്ക് പല്ല് വെച്ചിരിക്കുന്നു. ഓസ്കാർ ഫിഷ് അല്ല, ഓസ്കാർ ട്രോഫി. അതെ, ഭയങ്കര അതികഠിനമായി. ആരും കാണാതെ അടിയിരുന്ന് ഓഫ് ചെയ്യാൻ നോക്കിയാൽ എന്നെ നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് പോയി പല്ലും തേച്ച് പോയി ഉപ്പുമാങ്ങ. രാവിലെ എണീച്ച് തിന്നുമ്പോൾ എന്ത് വയസ്സ്. നല്ല ടേസ്റ്റ് ഉപ്പുമാങ്ങ, ഭയങ്കര വെളിയാണ് അച്ചാറിടാകുമ്പോൾ അങ്ങനത്തെ നല്ല ടേസ്റ്റാണ്. കൊണ്ടൊരു 3 അടിക്ക് അവസാനിപ്പിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. പോണം. പിന്നെ അടുത്തത്, ഞാൻ അടുക്കളയിൽ നിന്ന് പോയിട്ടില്ല. കാരണം ഈ അടുക്കള ഫുള്ള് മുടിപ്പിച്ചിട്ടേ ഞാൻ പോകും. അതാണ് എൻ്റെ രീതി. കുറച്ച് പാരമ്പര്യമുണ്ട് എനിക്ക്, അത് ഞാൻ ഒരിക്കലും വിട്ടുള്ളൂ. രാവിലെ എണീറ്റ് മുട്ടേനെ എടുത്ത് തിന്നുകൊണ്ട് നിൽക്കുകയാണ്. വലിയ പഴമില്ലാത്തതുകൊണ്ട് ചെറിയ പഴവും എടുത്ത് വെക്കുകയാണ്. ഈ എലുമ്പൂസ് ഞാനൊന്നുമല്ല, ഞാൻ ശക്തിമാനാണ്. അതുകൊണ്ടാണ് ഈ മുട്ട അവിഞ്ഞിരിക്കാത്തത്. നിങ്ങൾ വിചാരിക്കണമല്ലേ ശരിക്കും ഈ മുട്ട വെന്തില്ല. ഞാൻ എടുത്തു നോക്കിയപ്പോൾ അതിൻ്റെ പാതി സൈഡ് മാത്രം വേവാതിരിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പിന്നെ അതിൻ്റെ ചന്തി വെക്കണേ റെഡി എടുത്തപ്പോൾ വെന്തോയിരുന്നു. എൻ്റെ തിരിഞ്ഞ് കണ്ടാൽ നിങ്ങൾ ഞെട്ടുമെന്ന് പറഞ്ഞ് കാണിച്ചത് ആ വേവാത്ത സൈഡിൽ. അപ്പം എന്നിട്ടത് കടിച്ചു, നല്ല കടി എന്നെ കടിച്ചു. അവസാനം മുട്ടയ്ക്ക് വേദിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുണ്ടി നോക്കി ഒരു കുത്തു കൊടുത്തു. അപ്പം നേരെ നിന്നു. ഇപ്പം ഞാൻ പോയെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ പോയതാണ്. ഞാൻ അവിടെ നിന്ന് കഴുകിയെല്ലാം സെറ്റ് ചെയ്തിട്ട് വന്നു. പിന്നെ അടുത്ത പഴമാണ്. ആ മുട്ട കഴിച്ചിരുന്ന പിന്നെ എനിക്ക് പല്ലിൻ്റെ ഇടയിൽ ഒട്ടും കൈസ് കുഴപ്പമുണ്ട്. അതാണ് ഞാൻ കാക്കണം. ഈ മുട്ട കഴിച്ചതിൻ്റെ എന്നെ മഞ്ഞക്കരി കയറി പല്ലിൻ്റെ ഇടയിൽ കുത്തിയാണോ വെല്ലിൻ്റെ ഇടയിൽ കുത്തിയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഇടയ്ക്കിടയ്ക്ക് ചില കഴപ്പ് പൊങ്ങി വരും. അതുകൊണ്ട് ബൈ. പിന്നെ അവിടെ നിന്നും പൊങ്ങി ഞാൻ കഴുത്തും ചൊറിഞ്ഞ് തെഞ്ഞുകൊണ്ട് പോകുന്നു. എന്നിട്ട് അവിടെ നിന്ന് വെളുപ്പാങ്കാലം മാനത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന എന്ത് രസമല്ലേ. വീട്ടിൻ്റെ അകത്തിരുന്നാണ് ഞാൻ മാനത്ത് നോക്കുന്നത്. ഷീറ്റിൻ്റെ വലയിലെ ചിലന്തിയുടെ വേണ്ട. എന്നിട്ട് പിന്നെ ജാക്കീനെ വെളിയിൽ കൊണ്ടുപോകാൻ നോക്കി. ജാക്കീനെ കുറേ നോക്കി ഞാൻ എൻ്റെ കുണ്ടിയാക്കി ഒരു കുത്തു കൊടുത്തു. അപ്പോൾ നേരത്തെ ഇങ്ങനെ കിണിച്ചുകൊണ്ടിപ്പുണ്ട്. അപ്പോൾ ജാക്കീനെ പറ്റ ഈ ഓർഡർ ചെയ്ത ഷൂവിന് പ്രത്യേക മണമാണ് ഗൈസ്. ഞാനത് എപ്പോഴും മണപ്പിച്ചുകൊണ്ടിരിക്കും. ചേച്ചയാണെങ്കിൽ പിന്നെ അതെടുത്ത് നോക്കിക്കലാണ് നോക്കണം. പിന്നെ ചോറും മീനും ഉച്ചയ്ക്ക്
ഉച്ചയ്ക്ക് ചോറും മീനും കഴിച്ച് പിന്നെ ചേച്ചി ഷൂവും തിന്നുകൊണ്ട് അവിടെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു സന്ധ്യയൊക്കെ ആയപ്പോൾ ഞാൻ അനിമലിനെയൊക്കെ എടുത്ത് കളിക്കാൻ നോക്കി. എൻ്റെ അനിമലിനെ ജാക്കി എടുത്ത് കടിച്ചു ഗൈസ്. അപ്പം ഞാൻ അവനിട്ട് മുഞ്ചിപ്പിച്ചു. പിന്നെ നല്ല രാത്രി ആയപ്പോഴത്തേക്ക് അവനാണെങ്കിൽ ചേച്ചി TVയും കണ്ടുകൊണ്ടിരുന്ന് TV പാട്ടിട്ട്. പിന്നെ അതെ ഇപ്പോൾ രാത്രിയായി. ഈ രാത്രിയായപ്പോൾ തന്നെ തോന്നി. ഇതാണ് എൻ്റെ കീസ്റ്റോ. ഞാൻ റൈഡർ ഹാപ്പി ബീപ്പ്. യെസ് ഗൈസ് ഐ എം റൈഡർ. ചുമ്മാ കാണിക്കാൻ ഇനി കാറ്റുമില്ല. ഓക്കെ പിന്നെ ഞാൻ കിടന്നുറങ്ങാൻ. അതെ കിടന്നുറങ്ങാൻ പോവാ. അത് കിടന്നു സീസേ ലൈറ്റ് ഓഫ്.